അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം പുതിയ യൂട്യൂബർമാർക്കുള്ളതാണ്. അതുപോലെ തന്നെ ഇനി യൂട്യൂബിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വ്ളോഗേഴ്സിനുള്ളതാണ്, യൂട്യൂബർമാർക്കുള്ളതാണ് ഈ വീഡിയോ. അല്ലാതെ ഇപ്പോൾ ക്ലച്ച് പിടിച്ച് നിൽക്കുന്ന മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ കിട്ടുന്ന അവർക്കുള്ളതല്ല. ഏറ്റവും ചെറുകിട ആളുകൾ, താഴെ തട്ടിലുള്ള ആളുകൾ, അതുപോലെ ഇനി യൂട്യൂബിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ. ആമുഖമായി പറയട്ടെ, ഞാൻ ആ വിഷയത്തിൽ ടെക്നിക്ക് അറിയുന്ന ആളല്ല. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. മനസ്സിലായോ? നമ്മൾ പൊതുവിൽ ഒരു യൂട്യൂബ് തുടങ്ങുന്നത് എന്തിനാണ്? നമുക്കത് മോണിറ്റൈസേഷനാവണം, എന്നിട്ട് അതിൽ നിന്ന് വല്ല വരുമാനവും കിട്ടണം. ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ടാകുക, ആഗ്രഹം അങ്ങനെയായിരിക്കും. അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളൊരു യൂട്യൂബ് തുടങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു വിഷയം തിരഞ്ഞെടുക്കുക. നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ആ വിഷയത്തിൽ എത്രയും വീഡിയോ ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയം തിരഞ്ഞെടുക്കുക. ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമായിരിക്കും, അല്ലേ? എല്ലാ വിഷയവും നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, കഴിയില്ല. ഓരോരുത്തരും കഴിയുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖല തിരഞ്ഞെടുക്കുക, ആ വിഷയം തിരഞ്ഞെടുക്കുക. ആദ്യം നല്ല വിഷയം തിരഞ്ഞെടുക്കുക, നിങ്ങൾക്ക് കഴിയുന്ന ഒരു വിഷയം തിരഞ്ഞെടുക്കുക, വീഡിയോ ചെയ്യാൻ കഴിയുന്ന. രണ്ടാമതായിട്ട് പിന്നെ വേണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ നല്ലൊരു ക്യാമറ ഉണ്ടായിരിക്കണം. അത് മൊബൈൽ ക്യാമറ ആയാലും ശരി, ഒറിജിനൽ മറ്റേ ക്യാമറ ആയാലും DSLR ആയാലും ശരി, ഒരു നല്ലൊരു ക്യാമറ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി, ഇതുപോലൊരു മൈക്ക്. ഇതത്ര വില കൂടിയ മൈക്കല്ല, ലോക്കലാണ്, പക്ഷെ നല്ലൊരു മൈക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒക്കെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചാണ് കേട്ടോ. സാമ്പത്തികം കുറവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വാങ്ങേണ്ടി വരും. എന്തായിരുന്നാലും നല്ലൊരു ക്യാമറ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, മൊബൈൽ ക്യാമറയായാലും മറ്റേ ക്യാമറയായാലും. പിന്നെ നല്ലൊരു ഓഡിയോ, ഒരു മൈക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. പിന്നെ സ്റ്റുഡിയോ സജ്ജീകരിക്കണം. സ്റ്റുഡിയോ നമ്മൾ എവിടെ വെച്ചാണോ വീഡിയോ പിടിക്കുന്നത്, ഷൂട്ട് ചെയ്യുന്ന അവിടെ നമ്മൾ സജ്ജീകരിക്കണം. എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം ആ റൂമിലേക്ക്. പിന്നെ ഇതുപോലെ നല്ല സ്ക്രീൻ, നല്ല സ്ക്രീനാണ് ഞാൻ പറയുന്നില്ല, നല്ല സ്ക്രീൻ, ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. അത് ഏത് കളറാച്ചെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നല്ല സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. പിന്നെ നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള സൗണ്ട് അത് ഇല്ലാതിരിക്കണം. അതിനൊന്നുകിൽ നമ്മൾ റൂമൊക്കെ ഭദ്രമായിട്ട് അടക്കുക, അല്ലെങ്കിൽ സൗണ്ട് കട്ട് ചെയ്യുന്ന മൈക്കുകളുണ്ട്, അത് വാങ്ങുക. പിന്നെ ഈ യൂട്യൂബിന് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഒരുപാട് സെറ്റിങ്സ് ശരിയാക്കാനുണ്ട്. നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പം അതിൽ കുറേ സെറ്റിങ്സുകൾ കൊടുക്കാനുണ്ട്. അതൊക്കെ നമ്മൾ കൊടുക്കണം. അത് നമുക്കറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം. ആ സെറ്റിങ്സുകളൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ആയിരിക്കണം. മനസ്സിലായോ? നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷവും നമുക്ക് ഒരുപാട് സെറ്റിങ്ങുകൾ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളോട് ചോദിക്കണം. പിന്നെ മിനിമം ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് എത്രയും ആവാം, 1, 2, 3, 4 എത്രയും ആവാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും മിനിമം ഒരു ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നുണ്ട്, അല്ലാതെ ടെക്നിക്കുമായി അറിയുന്ന ആളെയോട് പറയല്ല. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ ഏഴാമതായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു മുഖപ്രസന്നത ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പാടില്ല. ഒരു മുഖപ്രസന്നത നമ്മൾ കൊടുക്കണം. പിന്നെ കമൻറ്റുകൾ വരും. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോന് താഴെ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, സ്വാഭാവികമാണ്. ഏത് വീഡിയോയ്ക്ക് ഉണ്ടാവും. എത്ര നല്ല നമ്മൾ വീഡിയോ ഇട്ടാലും അതിന് നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാവും, പോസിറ്റീവ് കമൻറ്റ് ഉണ്ടാവും. അത് നമ്മൾ പ്രശ്നമാക്കേണ്ടതില്ല. അത് അവരിഷ്ടമുള്ള കമൻറ്റുകൾ ചെയ്യട്ടെ. പക്ഷെ നല്ല കമൻറ്റുകൾ നമ്മൾ
മറുപടി അർഹിക്കുന്ന കമൻറ്റുകളാണെങ്കിൽ അത് നമ്മൾ മറുപടി കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ വ്യൂസ് നമ്മൾ പരിശോധിക്കും. എത്ര വ്യൂസ് കിട്ടി നമ്മളെന്നും പരിശോധിക്കും, എത്ര വ്യൂസ് കിട്ടി അല്ലേ? അപ്പോൾ അങ്ങനെ വ്യൂസ് ചില ആളുകൾക്ക് പറ്റ കുറവായിരിക്കും, ചില ആൾക്ക് കൂടി വരും. എന്നിരുന്നാലും ഒരു ആവറേജ് ഞാൻ പറയുന്നത്, ഒരു 1000 വ്യൂസ് നിങ്ങൾ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ മുന്നോട്ട് പോകാം. എൻ്റെ അഭിപ്രായമാണ്. മിനിമം 1000 വ്യൂസ്. അത് പെട്ടെന്ന് ഒറ്റയ്ക്ക് കിട്ടി 1 ദിവസം 2 ദിവസം കിട്ടിക്കൊള്ളുന്നില്ല. ഒരാഴ്ച കൊണ്ടൊക്കെ ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു 1000 വ്യൂസ് നമുക്ക് ആ വീഡിയോ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ വിഷയവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ നമ്മൾ മറിച്ചിന്തിക്കാൻ ബാധ്യസ്ഥരാണ്. എന്താ മറിച്ചിന്തിക്കുക എന്നാൽ വിഷയം മാറ്റേണ്ടി വരും. അത് ഒറ്റയടിക്ക് മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ കുറച്ച് വീഡിയോ ആ വിഷയത്തിൽ അപ്ലോഡ് ചെയ്യണം. ചുരുങ്ങിയതിൽ ഒരു 50 വീഡിയോ എങ്കിലും നമ്മൾ ആ വിഷയത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യുക, ഒരു വിഷയത്തിൽ. എന്നിട്ട് 1000 വ്യൂസ് ഓരോ വീഡിയോ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ നാം ആ വിഷയവുമായി മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ വിഷയം മാറ്റേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇതൊക്കെ വരുന്നത് ശ്രദ്ധിക്കുക. എങ്ങനെ കോപ്പിറൈറ്റ് വരിക നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ മറ്റൊരാളുടെ മ്യൂസിക് എടുത്തു, അത് നമുക്ക് കോപ്പിറൈറ്റ് വരും. നമ്മുടെ വീഡിയോൻ്റെ ബാക്ക് മ്യൂസിക്കായിട്ട് നമ്മൾ ചിലപ്പോൾ മറ്റൊരാളുടെ മ്യൂസിക് കൊടുക്കും, നമ്മുടേത് അല്ലാത്ത മ്യൂസിക്, അത് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാളുടെ വീഡിയോയുടെ ഭാഗങ്ങൾ എടുത്ത് നമ്മുടെ വീഡിയോയിലിടും. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും, സ്ട്രൈക്ക് വരും. അതൊക്കെ നമ്മുടെ മോണിറ്റൈസേഷനെ ബാധിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ നമുക്കിപ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു, നമ്മൾ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തു. പക്ഷെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വ്യൂസ് ഇങ്ങനെ നോക്കും. അപ്പം ചില വീഡിയോയ്ക്ക് എന്തായിരിക്കും വ്യൂസ് കിട്ടിയിട്ടുണ്ടാകും, ചിലതിന് പറ്റ കുറവായിരിക്കും വ്യൂസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ വീഡിയോ ഡിലീറ്റ് ആക്കി കളയും. അത് ചെയ്യരുത്, ഒരിക്കലും അത് നമ്മൾ ചെയ്യരുത്, ഡിലീറ്റ് ആക്കരുത്. അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ആക്കിയാൽ അത് നമ്മുടെ വ്യൂസിനെ ബാധിക്കും. അപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതെന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ ആ വീഡിയോ അൺലിസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ വീഡിയോ ആരും കാണാതിരുന്നാൽ മതിയല്ലോ അല്ലേ? ഈ വീഡിയോയ്ക്ക് വളരെ വ്യൂസ് കുറവാണ് എന്ന് മറ്റുള്ള ആളുകൾ അറിയാതിരുന്നാൽ മതി. അതിന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ആ വീഡിയോ അൺലിസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും നല്ല മാർഗം അൺലിസ്റ്റിലാക്കലാണ്, അൺലിസ്റ്റാക്കി വെക്കുക. പ്രൈവറ്റ് ആക്കിയുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ആ വീഡിയോയിൽ നമുക്ക് കിട്ടിയ വ്യൂസ് നഷ്ടപ്പെടും പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ വീഡിയോ നമുക്ക് ആരും കാണണ്ട എങ്കിൽ എന്ത് ചെയ്താൽ മതി, അത് അൺലിസ്റ്റാക്കി വെച്ചാൽ മതി. ഒരിക്കലും പ്രൈവറ്റ് ആക്കരുത്, ഡിലീറ്റും ആക്കരുത്. മനസ്സിലായില്ലേ? പിന്നെ വീഡിയോയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, നല്ല തമ്പനയിൽ കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിഷയം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് തമ്പനയിൽ. അതായത് വീഡിയോ കാണുമ്പോൾ തന്നെ ആളുകൾ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അത് ആകർഷിക്കപ്പെടണം, അവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നണം. അങ്ങനത്തെ ഒരു തമ്പനയിൽ കൊടുക്കണം. പക്ഷെ എന്ത് കളവ് പറയാൻ പാടില്ല. വീഡിയോയിൽ ഇല്ലാത്ത വിഷയം തമ്പനയിൽ കൊടുക്കരുത്, അതിലുള്ള വിഷയമായിരിക്കണം. എന്നിട്ട് ജനങ്ങൾ ആകർഷിക്കുന്ന രീതിയിൽ അതിനൊരു തമ്പനയിൽ കൊടുക്കുക. മനസ്സിലായോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനി വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും, പക്ഷേ ഇപ്പോൾ ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടായിരിക്കട്ടെ എന്ന് പുതിയ യൂട്യൂബർമാരോടും ഇനി യൂട്യൂബിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകളോടും വിനീതമായിട്ട് ഞാൻ പറയുന്നു. ഇത്രമാത്രം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.